ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിനെ ഒരുപാട് സ്നേഹിക്കുന്നവരെ, ദൈവവചനമാണ് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ആത്മാവിൻ്റെ ഭക്ഷണം ദൈവവചനം. നമ്മുടെ പൂർവികരെ അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫ് എല്ലാവരും തന്നെ പ്രവാചകർ, രാജാക്കന്മാരൊക്കെ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവവചനം, ദൈവപ്രമാണം ആവേശത്തോടെ അവർ സ്വീകരിച്ചു. വിശുദ്ധർക്കെല്ലാം ദൈവവചനം ഭക്ഷണവും പാനീയവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഈസ്റ്റർ വരുമ്പോഴേക്കും ഒരുപാട് സമയം ദൈവവചനം ഉറക്കെ വായിക്കാൻ, കുടുംബത്തിലും സമൂഹത്തിലും അല്ലെങ്കിൽ വ്യക്തിപരമായും ഏകാന്തതയിൽ ചെന്നിരുന്നു കൊണ്ട് ദൈവവചനം ഉറക്കെ വായിക്കാനായിട്ട് ഒരുപാട് സമയം കണ്ടെത്താം. ദൈവവചനം നമ്മുടെ ഭക്ഷണമായി തീരട്ടെ, ആത്മാവും ജീവനുമായി തീരട്ടെ. ദൈവവചനം നമുക്ക് ആത്മാവും ജീവനുമായി തീരട്ടെ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ദൈവവചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയുടെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. റോമ 9:16 അത് 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വചനം. വലിയ കൊള്ളമുതൽ ലഭിച്ചവനെ പോലെ ഒരു വചനം കിട്ടിയപ്പോൾ ഞാനതിൽ ആനന്ദിച്ചു. നമ്മുടെ ഭക്ഷണം ദൈവവചനമാണ്. ആമേൻ.